അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ല, എന്ത് ഡ്രസ്സാണ് നീ ഇട്ടിരിക്കുന്നത്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. ഔറത്ത് മറയ്ക്കാത്ത ഡ്രസ് ധരിച്ചിട്ട് എന്ത് കാര്യം? ഔറത്ത് മറിച്ചിട്ടില്ല എന്നോ? എന്താ നീ പറയുന്നത്? എന്താ നിങ്ങൾ തമ്മിലൊരു തർക്കം? ഞാനും ഒന്ന് കേൾക്കട്ടെ. അൽഹംദുലില്ലാ, ടീച്ചർ വന്നത് നന്നായി. ഞങ്ങൾ ഒരു കാര്യത്തിന്റെ ചർച്ചയിലാണ്. ടീച്ചർ ഒരു തീരുമാനം പറയാമോ? നിങ്ങൾ രണ്ടാളും ഇരിക്ക്. നിങ്ങൾക്ക് പറയാനുള്ളത് ഞാനൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് പറയാം ഇൻഷാ അല്ലാ. സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇസ്ലാം കാര്യങ്ങൾ വിശ്വസിച്ചവരാണല്ലോ മുസ്ലിങ്ങൾ. ഇസ്ലാം കാര്യത്തിൽ ഒന്നാണ് നിസ്കാരം. നിസ്കരിക്കുമ്പോൾ മുഖവും മുൻകൈയും അല്ലാത്ത ഭാഗങ്ങൾ മറയ്ക്കൽ സ്ത്രീകൾക്ക് നിർബന്ധമാണ്. അതായത് നിസ്കരിക്കുമ്പോൾ മാത്രം അതിനു പറ്റിയ ഡ്രസ് ഇടണം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിസ്കരിക്കുന്നില്ലല്ലോ, മാന്യമായ വേഷം ധരിച്ചിട്ടുമുണ്ട്. എന്നിട്ടും പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരി എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിനെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ അല്ലാഹുവിന് സ്തുതി. അൽഹംദുലില്ലാ, ഒരു കാര്യമെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അത് മതി. എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്. എന്നാലും അല്പം ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തതായ നിസ്കാരം ശരിയാവണമെങ്കിൽ ഔറത്ത് മറയ്ക്കണം എന്ന് പറഞ്ഞത് ശരി. അതായത് മുഖവും മുൻകൈയുമല്ലാത്ത ശരീരഭാഗങ്ങൾ. എന്നാൽ അത് നിസ്കാരത്തിൽ മാത്രമാണെന്ന് എന്റെ സുഹൃത്തിന് എവിടെ നിന്ന് കിട്ടി എന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ മാന്യമായ വേഷം ധരിച്ചിട്ടും കുറ്റപ്പെടുത്തി എന്ന് പറയുന്നു. മാന്യമായ വേഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ഒന്ന് മനസ്സിലാക്കി തന്നാൽ നന്നായിരുന്നു. മുടിയും കൈകാലുകളും കാണിച്ച് ടൈറ്റായ ഡ്രസ് ഇട്ട് നടക്കലാണോ വസ്ത്രധാരണത്തിലെ മാന്യത? നഗ്നത മറിയുന്ന വസ്ത്രം ഞാൻ ധരിച്ചിട്ടുണ്ട്. അല്ലാതെ എന്താണ് വേണ്ടത്? നിസ്കാരക്കുപ്പായം ഇട്ടോണ്ട് ഷോപ്പിങ്ങിനും മറ്റു വിവാഹ ഫംഗ്ഷന് പോകണമെന്നാണോ? അല്ലാഹു ഭംഗിയുള്ളവനും ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനും ആണെന്നല്ലേ പ്രവാചകൻ പറഞ്ഞത്? ഭംഗിയായി വേഷം ധരിക്കണമെങ്കിൽ ഇതൊക്കെ ഇന്നത്തെ ഫാഷൻ. പിന്നെ ഞാനെന്ത് ധരിക്കണമെന്നത് എന്റെ സ്വാതന്ത്ര്യം, എന്റെ ഇഷ്ടം, എന്റെ വസ്ത്രം, അത് എന്റേത് മാത്രം. മറ്റാരും അതിൽ ഇടപെടേണ്ടതില്ല. നഊദുബില്ലാ, എന്റെ കൂട്ടുകാരി വളരെ വൈകാരികമായിരിക്കുന്നു. ചില തെറ്റിദ്ധാരണകൾ ആണ് ഇതിന് കാരണം. ഇന്നല്ലാഹ ജമീൽ യഹ്ബുൽ ജമാൽ എന്ന ഹദീസിന്റെ ആശയം പോലും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. ഔറത്ത് കാണിക്കലിനെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, ഭംഗിയെയാണ് ഇഷ്ടപ്പെടുന്നത്. മുഖവും മുൻകൈയുമല്ലാത്ത ഭാഗം നിസ്കാരത്തിൽ മാത്രം ഔറത്തുന്നത് ശരിയാണ്. അന്യ പുരുഷന്മാരുടെ അടുക്കൽ ബാക്കിയുള്ളതെല്ലാം കാണിക്കാമെന്നല്ല അതിനർത്ഥം. മറിച്ച് മുഖവും മുൻകൈയും പോലും കാണിക്കരുത് എന്നാണ്. അഥവാ ശരീരം മുഴുവൻ ഔറത്താണെന്നാണ്. നോർമൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി ഇത് മനസ്സിലാക്കാൻ. ഹദീസും ആയത്തും പറയേണ്ടതില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ചില ആചാരങ്ങളും ശീലങ്ങളും സന്ദർഭങ്ങളും വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നു. വീടുകളിലെ ഡ്രസ്സിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകാറില്ല. അതിനാൽ എന്റെ ഡ്രസ്സിൽ എന്റെ ഇഷ്ടമാണെന്ന് പറയാൻ കഴിയില്ല. സമയവും സന്ദർഭവും ജോലിയും കാലാവസ്ഥയുമടക്കം നമ്മുടെ വസ്ത്രധാരണത്തെ നിയന്ത്രിക്കുന്നു. സൈനികന്റെയും ഡോക്ടറുടെയും അധ്യാപകന്റെയും വസ്ത്രങ്ങൾ വ്യത്യാസമുണ്ട്. ചൂടുകാലത്തും തണുപ്പുകാലത്തും വേറെ വേറെയാണ് ധരിക്കാറ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെയല്ല വസ്ത്രങ്ങൾ. ഇതെല്ലാം നമ്മുടെ വസ്ത്രധാരണത്തെ നിയന്ത്രിക്കുന്നു. ഡാൻസ് ഡ്രസ്സിൽ നമ്മളാരും കോളേജിൽ പോകാറില്ലല്ലോ. ഇനിയുമുണ്ട് ഒരുപാട്. ചുരുക്കത്തിൽ ആർക്കും വസ്ത്രധാരണത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടില്ല. മുൻ പറഞ്ഞ കാര്യങ്ങൾ അതിന് തെളിവാണ്. മെഹർ പറഞ്ഞതാണ് അതിന്റെ ശരി. സ്വാതന്ത്ര്യം എന്നാൽ നമുക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കലും പറയലും നടക്കലുമല്ല. ഒരു നാട്ടിലും ഒരു തൊഴിലിലും ഒരു സംസ്കാരത്തിലും ഇഷ്ടാനുസരണം എന്തും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ അനുവദിക്കപ്പെടില്ല. സത്യം മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.